ഹലോ ഫ്രണ്ട്സ്, മഴതൂരി മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന മനുവുമായിട്ട് സംസാരിക്കുകയാണ് ഫോണിൽ. അന്നേരം അലീന പറയാണ്, ഇവിടെ അച്ഛൻ്റെ അടുത്ത് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ കൂട്ടിലടച്ച കിളിയെ പോലെയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അങ്ങനെ കിട്ടിയ സ്നേഹത്തിന് എന്ത് ഫലമാണുള്ളത്? ഈ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സേവനവും മറ്റുള്ളവരെ സഹായിച്ചും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് നടന്നാലേ എനിക്ക് മനസ്സിനൊരു തൃപ്തി ഉണ്ടാവുള്ളൂ എന്ന് അലീന പറയുക. അപ്പം മനു പറയുന്നുണ്ട്, അതെ അതൊക്കെ ശരിയാ, അത് തന്നെയാണല്ലോ നിന്നെ ബ്രിജിത മാമി പഠിപ്പിച്ചിട്ടുള്ളതും നീ ചെയ്തു വരുന്നതും. നിനക്ക് അവിടെ അങ്ങനെ ഇരിക്കാൻ ബോറാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്തോ, ഇങ്ങനെ തിരിച്ച് വന്നേരെ എൻ്റെ വീട്ടിലേക്ക് വാ. അതെന്തിനാണ് ഞാൻ അവിടെ വരുന്നത്? അത് ഒരു കാര്യം ചെയ്യാം, ഒരു സാരിയും ഒരു താലിമാലയും ഒക്കെ വാങ്ങി നിന്നെ കെട്ടിക്കൊണ്ട് ഞാനിങ്ങനെ തന്നാൽ പോരെ, അപ്പോൾ നീ ഇവിടെ ഇരിക്കുമല്ലോ എന്ന് പറയാം. അപ്പം തന്നെ അലീനയ്ക്ക് ആദ്യം ഒരു നാണമാവണമെങ്കിലും അലീന പെട്ടെന്ന് ആ വിഷയം അങ്ങ് മാറ്റിയിട്ട്, പിന്നെ മനു ഏട്ടാ കടപ്പാട്ട് പോവാറുണ്ടോ, പിള്ളേരെയൊക്കെ കാണാറുണ്ടോ? അപ്പം മനുവിന് മനസ്സിലായി കാര്യം വിഷയം മാറ്റുന്നതാണെന്ന്. അവിടെ ഇപ്പം ഞാനെന്തിനാ പോണേ, പിന്നെ ഞാനില്ലാന്ന് കരുതി അവിടെ പോയി അന്വേഷിക്കണ്ടേ മനുവേട്ടൻ പോകണം, അവിടെ പോയി അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം എന്നൊക്കെ പറയാം. ഞാനെന്തായാലും ഒരു ചാരനാണല്ലേ ഇതിനിടയ്ക്ക് നിൽക്കുന്നത്, അല്ലെങ്കിൽ തന്നെ ഒരു ചാർജറാണെന്ന് പറയാം. വേണം, മനുവേട്ടൻ പോയി കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരു സന്തോഷമാവും. ഒന്നത് ഞാൻ കൂടെ ഇല്ല. ശരി എന്നാൽ പിന്നെ ഓക്കെ പറഞ്ഞവർ ഫോണും വയ്ക്കാം. മനു പിറ്റേ ദിവസം രാവിലെ തന്നെ കടപ്പാട്ട് വരികയാണ് കേട്ടോ. ആ നേരത്തെ അവിടെ ഭവിതയും കൃഷ്ണയൊക്കെ പഠിത്തം കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി സിറ്റ് ഔട്ടിലേക്ക് വന്നിരുന്ന് സംസാരിക്കുകയാണ്. അതും കണ്ടും കൊണ്ട് വൈജ അങ്ങോട്ട് വരുന്നുണ്ട്. വൈജ കണ്ടപാടെ ദേഷ്യപ്പെടുക, രണ്ടെണ്ണത്തിന് പഠിക്കാനൊന്നും ഇല്ലേ പിള്ളേരെ, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിരുന്ന് വല്ലാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ കൃഷ്ണയും ഭവിതയും ചാടി എണീറ്റിട്ട് പറയുന്നുണ്ട്, അവർ ശരിക്കും പറഞ്ഞാൽ അലീനയുടെ ഫോട്ടോസ് ഒന്നും വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അമ്മയുടെ ശകാരം. ഭവിത പറയാം, ഞങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോൾ ഒരല്പം റെസ്റ്റ് എടുത്തു, അത്രയേ ഉള്ളൂ. ഇതാണോ ഡി റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരിക്കണം, അല്ലാണ്ട് വള ചലിക്കയില്ല. ഓ അമ്മേ, ഒരു 5 മിനിറ്റ് കൂടെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ടെ പഠിച്ചോളാം. പഠിച്ചാൽ മതി. പിന്നെ നിനക്കൊക്കെ ചായയോ മറ്റോ വേണോ? ഞങ്ങൾക്കൊന്നും വേണ്ട. നിനക്ക് വേണോടി കൃഷ്ണേ? എനിക്കൊന്നും വേണ്ട. ശരി, 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് പോയി പഠിച്ചോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ വൈജ അകത്തേക്ക് കയറിച്ചില്ല. അപ്പോഴാണ് കാറ് വരുന്ന സൗണ്ട് കേട്ട് ഇവർ തിരിഞ്ഞു നോക്കുമ്പോൾ മനുവാണ് വരുന്നത്. മനുവിനെ കാണുമ്പോൾ ഇവർക്ക് നല്ല സന്തോഷമാണ്. ഓടി അടുത്തേക്ക് ചെല്ലുമ്പോൾ മനു ചോദിക്കുകയാണ്, എടി എന്നാ ഉണ്ട് വിശേഷം, സുഖമാണോ, എങ്ങനെ പോകുന്നു ഇവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ. വന്നപാടെ തന്നെ ആദ്യം ബബിത ഒന്ന് കളിയാക്കുകയാണ്. ഞാൻ കരുതി ഇങ്ങോട്ടൊന്നും ഇനിയിപ്പോൾ വരില്ല, വരക്കൊക്കെ നിർത്തിയെന്ന്. കാരണം അലീന ഇല്ലല്ലോ, അത് ഉദ്ദേശിച്ച് പറയാം. എടി പിന്നെ ഞാൻ വന്നത് ഇവളെ കാണാനാ, കൃഷ്ണേ. ശരി, അപ്പോൾ എന്നെ കാണണ്ടല്ലേ? അപ്പോഴാണ് ശരിക്കും തിരിച്ച് കൃഷ്ണയും മനുവും കൂടെ ചേർന്ന് ഭവിതയെ കളിയാക്കുന്ന പോലെ സംസാരിക്കുക കേട്ടോ. എന്നിട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ അങ്കിൾ എങ്ങനെ പോകുന്നുണ്ട്, നിങ്ങളുടെ അമ്മ എങ്ങനെ പോകുന്നുണ്ട്? ഒന്നും പറയണ്ട, ഇവിടെ പഴയ പോലെ തന്നെ അച്ഛൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് വാങ്ങിക്കൂട്ടാനുള്ള പരിപാടിയല്ല അമ്മ ഉണ്ടാക്കി വെക്കാറുണ്ട്. പിന്നെ അത് അച്ഛൻ്റെ നിന്ന് കിട്ടുമ്പോൾ താങ്ങില്ല, ഒരാഴ്ച അതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി എടുക്കും, അത് കഴിയുമ്പോൾ വീണ്ടും തുടങ്ങിക്കോളും. അതെന്തായാലും പ്രതീക്ഷിച്ചാണല്ലോ നമ്മൾ അങ്ങോട്ട് ജീവിച്ച് പോകുന്നത് അല്ലേ? അതൊക്കെ പോട്ടെ. ശരി, ഇപ്പോൾ അകത്ത് വാ, കയറി വാ. അകത്ത് വന്നാൽ ചായയും ചിപ്സും കഴിക്കാൻ മനുവേട്ടാ. പിന്നെ അങ്കിളുണ്ടല്ലോ, അച്ഛൻ മുകളിലുണ്ട്, ചായയും ചിപ്സൊക്കെ എന്തായാലും കഴിക്കണം. അതിനു മുമ്പ് ഞാനൊന്ന് അങ്കിളിനെ പോയി കണ്ടിട്ട് വരട്ടെ. ശരി. അങ്ങനെ മനു നേരെ അകത്തേക്ക് കയറി പോവാണ്. നേരത്താണ് ദേ അവിടെ വൈജ. ഇതാരാ വന്നിക്കണത്? മനുവോ? ഞാൻ കരുതി നീ ഇങ്ങോട്ടൊന്നും വരത്തില്ലെന്ന്. അത് ശരി. അതെന്താ ആൻറ്റി അങ്ങനെ പറയണത്? അല്ല, നിനക്ക് വേണ്ടപ്പെട്ടവരൊന്നും ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതെന്താ ആൻറ്റി അങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് മനസ്സിലായി ആൻറ്റി ഉദ്ദേശിച്ചത് എന്താണെന്ന്. അലീന ഇല്ലാത്തത് കൊണ്ട് ഞാൻ വരില്ല എന്നുള്ള രീതിയിലല്ലേ ആൻറ്റി ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് മനു തിരിച്ചും ചോദിക്കണം കേട്ടോ. അപ്പം എന്നിട്ട് ഉടനെ തന്നെ നമ്മുടെ മനു പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം ചെയ്യും ആൻറ്റിയുടെ നാക്കിന് നല്ല ചൊറിച്ചിലുണ്ട്. അപ്പോൾ അങ്ങനൊരു ചൊറിച്ചിൽ മാറ്റണമെങ്കിൽ നല്ലൊരു ENT സ്പെഷ്യലിസ്റ്റിനെ കണ്ടേ പറ്റുള്ളൂ. എൻ്റെ നാക്കിൻ്റെ ചൊറിച്ചിൽ മാറ്റാനായിട്ട് നീ വിചാരിച്ചാലല്ല, നിൻ്റെ അച്ഛൻ വിചാരിച്ചാലും, ശിവേട്ടൻ വിചാരിച്ചാലും, നിൻ്റെ അമ്മ കമലെടുത്ത് വിചാരിച്ചാൽ പോലും അത് മാറ്റാൻ പറ്റില്ല. പിന്നെയല്ലേ ഇനി അതെനിക്ക് മനസ്സിലായി, സാധാരണ മനുഷ്യരെ കൊണ്ടൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് ENT സ്പെഷ്യലിസ്റ്റിനെ കാണുന്നു. മനു, എൻ്റെ വീട്ടിൽ വന്നിട്ട് നീ എന്തിനാ എന്നെ ഭരിക്കാൻ വരുന്നത്? അതിന് ഇത് ബാലേന്ദ്രൻ മേനോൻ എന്നല്ലേ എൻ്റെ വീടിൻ്റെ പേര്? അങ്ങളുടെ വീടല്ലേ എന്നൊക്കെ ഇങ്ങനെ മനുവും തിരിച്ച് ചോദിക്കുന്നുണ്ടോ. അപ്പോൾ തന്നെ വൈജ പറഞ്ഞിട്ടുണ്ട്, ഈ വീട് ബാലചന്ദ്ര മേനോൻ്റെ പേരിലാണെങ്കിലും അയാളുടെ ഭാര്യയുടെയും മക്കളുടെയും കൂടെയാണ് മനു.
അതിന് ബാലേന്ദ്രമേനോൻ ഭാര്യ ഉപേക്ഷിച്ചിട്ട് മാസങ്ങളായില്ലേ. ആൻറ്റി ഇവിടുന്ന് തോന്നുമ്പോൾ പോകുന്നു, തോന്നുമ്പോൾ തിരിച്ചു വരുന്നു. അങ്ങനെയല്ലേ. ബാലേന്ദ്രമേനോൻ പറഞ്ഞിട്ടോ വിളിച്ചിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിട്ടോ അല്ല ഇപ്പം തിരിച്ചു വന്നത്. നിങ്ങൾക്ക് ശരിക്കും പറയാൻ നിങ്ങളുടെ വില അറിയത്തില്ല. അത് എങ്ങനെ നഷ്ടപ്പെട്ടുന്നോ എങ്ങനെ തിരിച്ചു കിട്ടുന്നോ ഒന്നും നിങ്ങൾക്കറിയില്ല. വെറുതെ വിഡ്ഢിവേഷം കെട്ടി നടക്കാം. എടാ, ഞാനല്ല വിഡ്ഢിവേഷം കെട്ടി നടക്കുന്നത്, നീയും നിൻ്റെ അങ്കിളും നിൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെയാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാം, നിങ്ങളെ ഭർത്താവും മറ്റുള്ളവരും എല്ലാവരും കുറച്ച് അകറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണ്? അല്പമെങ്കിലും സാമാന്യ ബുദ്ധി ഉണ്ടോ നിങ്ങൾക്കത് ചിന്തിക്കാനായിട്ട് എന്ന് മനു വീണ്ടും ചോദിക്കാം. അപ്പോൾ ഉടനെ വൈജ പറയാനുണ്ട്, അതൊക്കെ എനിക്കറിയാം. അലീനെ ഇവിടെ നിർത്തുന്നത് ഇഷ്ടമല്ല, ഞാൻ സമ്മതിച്ചില്ല. അതിനെതിരെ എന്നെക്കൊണ്ട് ചെയ്യാവുന്നതല്ല ഞാൻ ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ അതൊന്നും ആർക്കും ഇഷ്ടപ്പെടാത്തത്. അല്ലാതെ വേറെ കാരണങ്ങളൊന്നുമില്ല ആൻറ്റി എന്ന് മനു വീണ്ടും ചോദിക്കട്ടോ. അച്ഛനും വല്യച്ഛനും കൊച്ചച്ഛനും മുത്തച്ഛനും എല്ലാവരും ആൻറ്റിക്കെതിരെയല്ലേ സംസാരിച്ചത്? അത് എന്തുകൊണ്ട് ചിന്തിച്ചില്ല? ഓ, അവരൊക്കെ ഇവിടെ ബാലേന്ദ്രൻ്റെ സൈഡായിരുന്നു. എൻ്റെ ആൻറ്റി ഇങ്ങനെ പൊട്ടത്തിലുള്ള പോലെ കാണിക്കല്ലേ. എല്ലാം അറിയാം, എന്നിട്ട് ഒന്നും അറിയാത്തത് പോലെയാണ് സംസാരിക്കുന്നത്. സ്വന്തം അമ്മയും ആങ്ങളമാരും നിങ്ങൾക്കെതിരായിട്ട് സംസാരിക്കുന്നത് അതെന്തുകൊണ്ടെന്ന് ഇന്ന് വരെയെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും. എന്നിട്ട് ഒന്നും അറിഞ്ഞൂടാത്ത പോലെ ഇങ്ങനെ നിൽക്കരുത്. ഓ, എന്നാൽ പിന്നെ നിനക്കറിയാമെങ്കിൽ നീ പറയടാ, നീ വലിയ ബുദ്ധിമുട്ടാണല്ലോ. അതെന്താണെന്നറിയോ? ആൻറ്റിയുടെ പാസ്റ്റ് അതവർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ്. എന്താ നീ പറഞ്ഞത്? എൻ്റെ പാസ്റ്റോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? എൻ്റെ പാസ്റ്റിന് എന്താടാ സംഭവിച്ചത്? ഒന്നും പറ്റിയില്ല. അപ്പം വൈജ വല്ലാതെ ആയിപ്പോയി കേട്ടോ. എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ മനു പറയുന്നതെന്നും അറിയില്ല. ഉള്ളിൽ ഭയമുണ്ടേ. അപ്പം വൈജ രൂക്ഷമായിട്ട് നമ്മുടെ മനുവിനെ ഒന്ന് നോക്കുക. ആൻറ്റി പണ്ട് ചിത്രശലഭത്തെ പോലെ പാറിപ്പറന്ന് നടന്നു. പിന്നെ മാലാഖയെപ്പോലെ നിഷ്കളങ്കമായി ജീവിച്ചു. എല്ലാ പരിശുദ്ധിയോടും കൂടി വിവാഹ ജീവിതത്തിലേക്ക് കടന്നു. ഭർത്താവിനെ രാജാവിനെ പോലെ സ്നേഹിച്ചു, ബഹുമാനിച്ചു, ജീവിച്ചു. ശുഭം. ഇതാണല്ലേ ആൻറ്റിയുടെ ജീവിതം? എടാ, നീ എന്താ എന്നെ കളിയാക്കുന്നത്? അയ്യോ അല്ല, ഞാൻ കളിയാക്കുന്നില്ല. ഞാനേ ഒരാൾ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്ന ഒരാളാണെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ വെൽക്കം ചെയ്യും. വീട്ടിലേക്ക് വിളിച്ചിരുത്തി ഒരു ഗ്ലാസ് ചായയോ മറ്റോ വേണമെന്ന് ചോദിക്കും. നല്ല രീതിയിൽ അവരോട് സംസാരിക്കും. പക്ഷേ ആൻറ്റി എന്താ ചെയ്യുന്നത്? വന്ന് കയറിയ പാടെ കുത്തുവാക്കളും നെഗറ്റീവും ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം ഓർത്തോ, അലീന ഇവിടുന്ന് പോയെങ്കിലും ആൻറ്റിയുടെ നാവിന്നത് പോയിട്ടില്ല. എപ്പോഴും അവളെക്കുറിച്ചാണല്ലോ ഇപ്പോഴും പറയുന്നത്. പോകത്തില്ലടാ, അവളെ എൻ്റെ ജീവിതം ചവിട്ടി മെതിച്ചിട്ട് പോയവളാ. അവളെ ഞാൻ മറക്കില്ല, ഒരിക്കലും മറക്കരുത് ആൻറ്റി, ഒരിക്കലും മറക്കരുത്. ഇനിയും ആവശ്യം വരും. എനിക്കെന്താ ആവശ്യമാടാ വരുന്നത്? ആവശ്യം വരും. അവൾ ഈ വീട്ടിൽ തന്നെ തിരിച്ച് വരികയും ചെയ്യും. അലീന എന്നേക്കുമായി ആൻറ്റിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയെന്ന് ആൻറ്റി വിചാരിക്കരുത്. അങ്ങനെ അവൾക്ക് ഒഴിഞ്ഞു പോകാൻ കഴിയില്ല. ആൻറ്റിക്ക് അവൾ നിസ്സാരമായിട്ട് എടുത്ത് കളയാനും പറ്റത്തില്ല. മനോ, നീ എന്തുദ്ദേശിച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തൊക്കെയോ മനസ്സിൽ വെച്ച് പറയുന്നത് പോലെയാണല്ലോ. ആൻറ്റിക്ക് എല്ലാം മനസ്സിലാവുന്ന ഒരു സമയം വരും. അതുവരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ. ഞാനേ അങ്കിളിനൊന്ന് കാണട്ടെ. ഇത്രയും പറഞ്ഞിട്ട് മേളിൽ കയറി പോകും മനു. പക്ഷേ വൈജയുടെ മനസ്സ് തകർന്നു പോയിട്ടോ. എന്തോ ഉള്ളിൽ വെച്ച് പറയുന്നത് പോലെ. അകത്ത് കയറി ചെല്ലുമ്പോഴത്തേക്കിനും ബാലേന്ദ്രനും മനുവിനോട് ചോദിക്കുന്നുണ്ട്, പിന്നെ എന്താ വിശേഷം? നീ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് കുറേ ആയല്ലോ. അപ്പോൾ ആൻറ്റിയുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് വന്നതാണോ? അങ്ങനെ പറയല്ലേ. ആൻറ്റി മാത്രമാണോ ഇവിടെ ഉള്ളത്? പിന്നെ അങ്കിളിൻ്റെ വിശേഷമൊന്നും എനിക്ക് അന്വേഷിക്കേണ്ടെന്നാണോ? എത്രയൊക്കെയാലും നിങ്ങളൊക്കെ അല്ലേ ഒരു കുടുംബക്കാർ. കൈതക്കൽ മാളിയേക്കൽ വീട്. ഞാനല്ലടാ അന്യൻ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ഞങ്ങളെ താഴെ വന്നിട്ട് ആൻറ്റിയോട് അടി കൂടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വരുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് അങ്കിളും കൂടി ഇങ്ങനെ. എടാ, ഇപ്പോൾ ആരെ വിശ്വസിക്കണം? ആര് പറയുന്നത് കേൾക്കണം? ഇതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാലമായി. അലീന ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്കിളിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിക്കും. കുറച്ചൊക്കെ നമുക്ക് ഒരാശ്വാസം കിട്ടും അവളുടെ വിളിയൊക്കെ കേൾക്കുമ്പോൾ. പിന്നെ അവൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്കും എല്ലാം ഇന്ന് തന്നെ അങ്ങ് ശരിയാവും എന്നുള്ള പ്രതീക്ഷയാണ്. പിന്നെ എന്ത് ശരിയാവാൻ? അപ്പോൾ മനു പറയാം, അവൾക്ക് നല്ല പ്രതീക്ഷയുണ്ട് തെറ്റിപ്പോയതെല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അവളുടെ സംസാരത്തിൽ ചിലപ്പോൾ ഒരു മിറക്കിൾ സംഭവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആൻറ്റി വന്ന് കണ്ടാലോ മൊത്തത്തിൽ പോയി. ഈ ജന്മ ആൻറ്റി നന്നാവാൻ പോകുന്നില്ല. ഒരു വല്ലാത്ത നെഗറ്റിവിറ്റിയാണ്. എടാ, അത് ശരിയാണ്. ഒരു സാത്താൻ ഇവിടെ മൊത്തം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ നടുക്കുണ്ട്. ആ നിഴൽ അടിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ വെളിച്ചത്തിൽ നിന്നും ഇരുട്ടിലേക്ക് വീണതുപോലെ തോന്നത്തില്ലേ? അത് ശരിയാണ്. പോസിറ്റീവായിട്ട് ആൻറ്റിക്ക് സംസാരിക്കാനേ അറിയത്തില്ല. നമ്മൾ എത്ര നേരം സംസാരിച്ചാലും പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ എനിക്കാണെങ്കിൽ ജീവിതം മടുത്തടാ. ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. ആഗ്രഹങ്ങളൊന്നും സാധിക്കാൻ എനിക്കില്ല. പക്ഷേ ഈ ഒരൊറ്റ ജീവിതം കൊണ്ട് എന്താ ചെയ്യേണ്ടത് എന്ന് ബാലേന്ദ്രൻ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മനു പറഞ്ഞിട്ടുണ്ട്, പിള്ളേരുടെ ജീവിതമൊക്കെ ഒരു വശത്ത് എത്തിക്കണ്ടേ അങ്കിളെ? അച്ഛനെന്ന് പറഞ്ഞൊരു കടമയില്ലേ? എടാ മനു, ഈ അച്ഛൻ എന്ന് പറയുന്നത് വെറും ഒരു കല്ലിലോ ഒന്നും കൊത്തിയെടുത്തതല്ല. ഇതുപോലെ വല്ലാതെ ഒരു വെല്ലുവിളികളും പ്രതിസന്ധികളും ഒക്കെ അനുഭവിച്ച് പോകുന്ന ഒരു പച്ച മനുഷ്യനാണ് ഈ അച്ഛൻ എന്ന് പറയുന്നത്. പിന്നെ
ഉരുക്കൊന്നും അല്ല ഈ അച്ഛൻ എന്ന് പറയുന്ന ആളുടെ മനസ്സും ഹൃദയവും ഒന്നും. എനിക്ക് എന്നെ തന്നെ വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്നുമല്ല. പിന്നെയല്ലേ അങ്കിൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുക. ഒന്നും മിണ്ടാതിരുന്നേ. ഒരൊറ്റ ആഗ്രഹം മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ. എന്താ അങ്കിളെ അത്? വേറൊന്നുമല്ല, എൻ്റെ കയ്യിലൊരു ബോംബുണ്ട്, അത് പൊട്ടിക്കണം. പക്ഷേ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല, ഞാൻ പോവും. എന്താ അങ്കിൾ എങ്ങോട്ട് പോകുന്ന കാര്യം പറയുന്നതും? എങ്ങോട്ടാടാ പോകാൻ വയ്യാത്തത്? ആരെയും നോക്കണ്ടാത്തവന് എവിടെ വേണമെങ്കിലും പോകൂടെ? പക്ഷേ പോകുന്നത് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ദൂരത്തേക്കായിരിക്കണം പോകേണ്ടത്, അത്രയേ ഉള്ളൂ. അങ്കിളിനോട് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇങ്ങോട്ട് വന്നത്. അലീന എന്നോട് പറഞ്ഞു അച്ഛനെ പോയി കാണണം, അച്ഛൻ ആരുമില്ലാന്ന് തോന്നരുത്. പുള്ളിക്കാരിക്ക് അത്രയും കരുതലുണ്ട്. അവിടെ അവൾക്കൊരു പപ്പയുണ്ട്, പപ്പ കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ അച്ഛനും ഇതൊന്നും ആരും ആവില്ല. അതുകൊണ്ടാണ് ഞാൻ ഓടി ഇങ്ങി വന്നത്. എന്നിട്ട് ഇങ്ങനെയുള്ള സംസാരമൊന്നും എനിക്ക് കേൾക്കണ്ട. ശരി, പിന്നെ ഞാൻ ഇറങ്ങാം. എന്നാൽ പിന്നെ ഞാനും അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൊണ്ട് താഴേക്ക് ചെല്ലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഔതക്കുട്ടി ചായന എന്താ ഇനിയിപ്പോൾ വീട്ടിൽ നിന്നിട്ട് കാര്യമില്ല, തിരിച്ചു പോകണം. റോബിച്ചൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, ഇവിടുത്തെ കാര്യങ്ങൾ അറിയാനും പ്രശ്നങ്ങൾ എന്താണെന്നറിയാം. അല്ലെങ്കിൽ അവന്മാരെല്ലാം കൂടി ചാടി ഇങ്ങോട്ട് വരും. വീട്ടിലും കുറേ പണികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടേ, പണിക്കാരും ഒക്കെ. അപ്പോൾ എന്തായാലും ഇനി നിന്നിട്ട് കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് നേരെ ലാലിച്ചനോട് വന്ന് യാത്ര പറയാൻ. ലാലിച്ചൻ രാവിലെ തന്നെ വെള്ളം അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പച്ചന് വച്ച് നീട്ടുന്നുണ്ട്. അപ്പച്ചൻ അത് വേണ്ടാന്നും പറഞ്ഞ് നിരസിക്കുകയാണ്. അപ്പച്ചൻ എത്ര വേഗം പോവുകയാണോ? എനിക്ക് പോകണം, പോയിട്ട് ഞാൻ വരും. പോകുമ്പോൾ ചിന്നമ്മയെ കൂടെ കൊണ്ടുപോകുന്നുണ്ടോ? അലീനെ ഉദ്ദേശിച്ചാണ് ചോദിക്കുന്നത്. ഇല്ല, ചിന്നമ്മയെ തൽക്കാലം ഞാൻ കൊണ്ടുപോകുന്നില്ലടാ. അവിടെ ചെല്ലട്ടെ. അവിടെ പോയി എല്ലാവരോടും എല്ലാ കാര്യങ്ങളും സംസാരിക്കട്ടെ. അവിടെ പോയി ബാക്കിയുള്ളവരോട് എല്ലാവരും സംസാരിച്ചിട്ട് പടയായിട്ട് ഇങ്ങോട്ട് വന്ന് എന്നെ തകർക്കാനാണോ അപ്പച്ചൻ്റെ ഉദ്ദേശം? എടാ, അങ്ങനെയൊന്നും തകർക്കാൻ നിന്നെ പറ്റുമോ? നീ ആരെങ്കിലും പറയണത് അനുസരിക്കുന്നവനാണോടാ? അതൊന്നുമല്ല. അവന്മാർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്മാരോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞ് സമാധാനപ്പെടുത്തണം. അതിനാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അത് മാത്രമല്ലേ, അവിടെ പല കാര്യങ്ങളും കിടപ്പുണ്ടല്ലോ. ഇതെല്ലാം കഴിയട്ടെ. ചിന്നമ്മേനെ നമുക്ക് കൊണ്ടുപോയി എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കണമല്ലോ. അങ്ങനെ എന്നൊക്കെ അവരിങ്ങനെ പറയാട്ടോ. എന്നിട്ടാണെങ്കിലും അപ്പച്ചൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം. ഇവിടെ അലീനയോട് പറഞ്ഞിട്ട് വേണം പോകാനായിട്ട്. ഇവിടെ എൻ്റെ ഡിസിപ്ലിനൊന്നും തെറ്റിക്കരുത്. എല്ലാവരോടും മര്യാദയ്ക്ക് പോകണം. കിച്ചണിലൊന്നും കയറി ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന്. അതൊക്കെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാം കണ്ടും കേട്ടും നല്ല രീതിയിൽ പോകണം എന്നും. പിന്നെ അപ്പച്ച ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അലിസറിനില്ലാത്തൊരു മകളെ എനിക്കൊരു തലവേദന ആവരുത്. നീ ഒരു കാര്യം മനസ്സിലാക്കണം. അവളെ ഒരു അനാഥാലയത്തിൽ നിന്ന് വന്ന പെങ്കൊച്ചല്ലേ? നിന്നെ പോലെ മിലിറ്ററിയിൽ നിന്ന് റിട്ടയർഡായി വന്നാണോ? അപ്പച്ച, അലീന തന്നെ അനാഥാലയം എന്ന് പലതവണ പറയുന്നുണ്ട്. അപ്പച്ചനും കൂടെ ഇനി പറഞ്ഞാൽ അവൾ പറയുന്നതാണോ കുറ്റം? അവൾ അനാഥാലയത്തിൽ നല്ലേ വന്നത്. അവളെ പട്ടാളച്ചിട്ട് പഠിപ്പിക്കുന്നതാണോ എളുപ്പം? അതിലും നല്ലത് അവളുടെ കാര്യങ്ങൾക്ക് അവൾ പറയുന്നതിനും കൂടി ചെവി കൊടുക്കുന്നതാണോ ഏറ്റവും എളുപ്പമുള്ള കാര്യം? എന്നെ ധിക്കരിച്ചുകൊണ്ട് എന്ത് ചെയ്താലും എനിക്ക് ഇഷ്ടമല്ല. അവൾ കൂടെ എന്തിൻ്റെ കുറവാണ്? നിന്നോട് തർക്കിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പോയിട്ട് വരട്ടെ, എന്നിട്ട് മതി. പോയിട്ട് വരുമല്ലോ അല്ലേ? ഇതെന്നാ ചോദ്യം? പിന്നെ ഞാൻ വരണ്ടെന്നാണോ നീ പറഞ്ഞത്? ഒരു പോക്കങ്ങ് പോയാൽ മതിയോ? അല്ല, പോയാൽ പിന്നെ 3-4 മാസത്തേക്ക് ഇങ്ങോട്ട് വരാറില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ഒരു പെങ്കൊച്ചുണ്ടല്ലോ, സിംഹത്തിൻ്റെ അടുത്ത് ആട്ടുംകുട്ടി വിട്ടിട്ട് പോകുന്ന പോലെ ആയില്ലേ? ആര്? അലീനയാണോ ആട്ടുംകുട്ടി? അവളെ കഴിഞ്ഞ ദിവസം ഒരു പുലി പോലെയല്ലേ പൗലോസിനെ മുന്നിൽ ചെന്നത്? ലാലിച്ച, അവളെ കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ മകളാ. കടത്തിണ്ണെ കിടക്കുന്ന പിച്ചക്കാരൻ്റെ കൊച്ചല്ല. അത് നീ മനസ്സിലാക്കിക്കോ. മനസ്സിലായി. അപ്പച്ചനൊരു കാര്യം ചെയ്യ്, പോകാൻ നോക്ക്. വല്ല പെട്രോൾ അടിക്കാൻ വല്ല വേണമെങ്കിൽ അലമാരിക്കത്തുണ്ട്. പിന്നെ നിൻ്റെ പൈസ വേണ്ടേ? എനിക്കാരുടെ ഉപകാരം വേണ്ട. നീ വേണമെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞ് അപ്പച്ചൻ സ്റ്റാൻലിയുടെ നേരെ വിളിച്ചിട്ട് തിരിച്ചിറങ്ങി പോവാട്ടോ. പോകുന്ന വഴി നമ്മുടെ അലീനയോട് യാത്ര പറയുമ്പോൾ ഭയങ്കര വിഷമമാവുന്നുണ്ട് അലീനയ്ക്ക്. ഞാൻ ഇനി ഒറ്റയ്ക്കായി പോവില്ല. അപ്പം ഞാൻ ചോദിക്കാം, ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ ഇനി അവിടെ ചെല്ലാൻ എൻ്റെ മക്കളൊക്കെ അവിടെ വേറെ ഉണ്ടല്ലോ. അവരുടെ മരുമക്കളും ഉണ്ടേ. എന്നതിനാണെന്നറിയോ? ഇവിടുത്തെ കാര്യങ്ങളും നിൻ്റെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ലാലിച്ചനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, പുനലൂരിലാണല്ലോ പോവേണ്ടത്. അവിടെ പോയി വേറെ ചില ഇടപാടുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ വന്നോളാം. എന്തായാലും വല്യപ്പച്ചൻ പോയി കഴിഞ്ഞാൽ തിരിച്ച് വരും എന്നുള്ളത് ഉറപ്പാണോ? പിന്നെ ഉറപ്പായിട്ട് വരും. ഞാനും കേണലും തമ്മിൽ ഇവിടെ പിണക്കമല്ലേ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്കായതുപോലെ ആവും. ജോലിക്കാർക്കാണെങ്കിൽ എന്നെ കണ്ടുകൂടാ. മോളെ, ലാലിച്ചനോട് തർക്കിക്കല്ലേ, അവിടെ പോയി വഴക്കൊന്നും ഉണ്ടാക്കല്ലേ. പക്ഷെ ഞാൻ സമരം ചെയ്യും, നോക്കിക്കോ. നീ ഒറ്റയ്ക്ക് ഇവിടെ എന്തോ ചെയ്യാനാ? ഈ മുറ്റത്ത് കൊടിയും പിടിച്ചുകൊണ്ടെന്ന് ലാലിച്ചനെതിരെ മുദ്രാവാക്യം വിളിക്കോ? അതൊന്നുമല്ല, ഞാൻ വേറൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. വലിച്ചൻ പോയിട്ട് വാ. അടുത്ത തവണ നമുക്ക് ഒന്നിച്ച് വേണം ആ തറവാട്ടിലേക്ക് പോവാൻ, കേട്ടല്ലോ? നിൻ്റെ അപ്പൻ്റെ തറവാടൊക്കെ നിന്നെ കാണണ്ടേ? ആദ്യം ഞാൻ ഇവിടെ നിന്ന് പിടിച്ച് നിന്നോട്ടെ, അത് കഴിഞ്ഞ് പോരെ എന്നിങ്ങനെ പറയണം. ശരി മോളെ, എന്നാൽ ഞാൻ പോട്ടെ. അങ്ങനെ യാത്ര പറഞ്ഞ് അപ്പച്ചൻ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അലീന ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നാലും അലീനയ്ക്ക് വല്ലാത്തൊരു സങ്കടമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രനെയും അന്ന് വിളിച്ച് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് അലീന. ഇതൊക്കെയാണ് എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്